റോബർട്ട് വാദ്ര കഴിഞ്ഞ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബത്തെ ഇങ്ങനെ വല്ലാതെ വേട്ടയാടുകയെന്നാണ് ഒരുപറ്റം മാധ്യമങ്ങൾ പറയുന്നത്. കോൺഗ്രസ് ഇങ്ങനെ നിലവിളി തുടങ്ങി. ശരിക്കും ഈ നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. രാഷ്ട്രീയ വൈരാഗ്യമാണോ? ആളുകൾ മറന്നുപോയിട്ടാണ്. 2012 UPA ഭരിക്കുമ്പോൾ തുടങ്ങിയ കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. ഒരു പത്രമായിരുന്നല്ലോ, അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡ്. അത് 1938 ജവഹർലാൽ നെഹ്റു ഒക്കെ കൂടെ സ്ഥാപിച്ച ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് AJL. അതിലൊരുപാട് പേർക്ക് ഷെയർ ഉണ്ടായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരുടെ ഷെയർ, ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ അവർക്ക് വേണ്ടി തുടങ്ങിയ പത്രമാണ് നാഷണൽ ഹെറാൾഡ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറയാൻ മറ്റ് പത്രങ്ങൾ ഒന്നും തയ്യാറാവില്ല, ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട്. നമ്മുടെ കാര്യം നമ്മൾ തന്നെ പറയണം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ നാഷണൽ ഹെറാൾഡ്. അതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ യങ് ഇന്ത്യ ഹരിജൻ. അല്ല, നാഷണൽ ഹെറാൾഡിൽ ഞാൻ പറയുന്നത് വന്നോളും എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. വേറെ ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് ഗാന്ധി വാസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ എനിബഡി എൽസ്. പക്ഷേ ഈ ഗാന്ധിയുടെ പത്രത്തിൻ്റെ പേര് യങ് ഇന്ത്യ ഈ കേസിൽ വരുന്നുണ്ടല്ലോ. ആ യങ് ഇന്ത്യ അല്ല ഈ യങ് ഇന്ത്യ. അതന്നെ അല്ല, അതാണെന്ന് ക്യാമഫ്ലാഷ് ചെയ്യാൻ വേണ്ടി ഇവരുണ്ടാക്കിയ പേരാണെന്ന് തോന്നുന്നു. അതുമല്ല, അങ്ങനെ വെറുതെ വൈൽഡ് അലിഗേഷൻ പറയാമെന്നുള്ളതല്ല. ഈ AJL സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പത്രം ഒരു പാർട്ടി പത്രമായിട്ട് മാറി, കുടുംബ പത്രമായിട്ട് മാറി. നെഹ്റുവിൻ്റെ മകൾ ഇന്ദിര അങ്ങനെ പോയത് മറ്റ് കോൺഗ്രസ്സുകാർക്ക് താല്പര്യമൊക്കെ നശിച്ചു, നഷ്ടത്തിലായി. ഞാനിതിൻ്റെ ഈ നാഷണൽ ആർക്കൈവ്സിൽ വേറൊരു കാര്യം തപ്പുമ്പോൾ എൻ്റെ കയ്യിൽ ഈ നാഷണൽ ഹെറാൾഡിൻ്റെ കടലാസുകൾ തടഞ്ഞു. അതിൽ അടിയന്തരാവസ്ഥക്കാലത്ത് നാഷണൽ ഹെറാൾഡിന് 10 ലക്ഷം രൂപ ലോൺ വേണം. ഒരു കൊലാറ്ററും ഇല്ല കൊടുക്കാൻ, ചുമ്മാ ലോൺ. ആരെങ്കിലും തരണം? ആരെങ്കിലും അല്ല, പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. ഇത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന അന്വേഷണത്തിൻ്റെ ഒരു പേപ്പറാണ് ഞാൻ കാണുന്നത്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാവശ്യപ്പെട്ടു. പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു. കൊലാറ്ററിലില്ലാതെ കാശ് തരാൻ പറ്റില്ല എന്ന്. രാത്രിക്ക് രാത്രി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ചെയർമാനെ മാറ്റിയിട്ട് വേറൊരു ചെയർമാനെ വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം 10 ലക്ഷം രൂപ AJLന് കൊടുപ്പിച്ചു. ഇതാണ് AJL. അതുകൂടാതെ ജവഹർലാൽ നെഹ്റു കണ്ണായ സ്ഥലത്ത് മുഴുവൻ ഇതിന് സ്ഥലം കൊടുത്തു ദാനമായിട്ട്, സർക്കാർ ഭൂമി. ഡൽഹി, ഗ്വാളിയർ, ലഖ്നൗ, കാൺപൂർ, മുംബൈ, അഹമ്മദാബാദ്, പാനിപ്പത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ബിൽഡിങ്സും അതും ഇതുമല്ല. പക്ഷെ ഇതൊക്കെ ഈ സാധനം ക്ഷയിച്ച് പൂട്ടിപ്പോയി. ഈ പാർട്ടി പത്രങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണല്ലോ. കോൺഗ്രസിൻ്റെ വേറൊരു പത്രം വീക്ഷണം എപ്പോഴും ഊർധ്വൻ വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. പൂട്ടിയോന്ന് ചോദിച്ചാൽ പൂട്ടിയില്ല, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ അവസ്ഥ വലിയ കഷ്ടമാണ്. അതാരുടെയും എത്ര എഫിഷ്യൻ്റായ ആളെ വെച്ച് കഴിഞ്ഞാലും ഒരു പാർട്ടി മുഖപത്രം നടത്തിക്കൊണ്ട് പോകാൻ സാധ്യമല്ല. അങ്ങനെ ഇത് നാഷണൽ ഹെറാൾഡ് നിന്നുപോയി. നിന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ സാധനം ഇങ്ങനെ ഈ കമ്പനി കുടുംബം കൈകാര്യം ചെയ്ത് വരികയാണ്. സോണിയാഗാന്ധി ചെയർമാൻ, രാഹുൽ ഗാന്ധി മാനേജിംഗ് ഡയറക്ടർ, മോത്തിലാൽ വോറ ട്രഷറർ ആയിട്ട് AJL കമ്പനി നിൽക്കുന്നു. 89 കോടി രൂപ കടമുണ്ട്. അതിൽ തൊഴിലാളികൾക്ക് കൊടുത്ത് തീർക്കാനുള്ള കാശുണ്ട്, സാധനം വാങ്ങിച്ച കാശുണ്ട്, അതുണ്ട്. അസറ്റുണ്ട്, പക്ഷെ ക്യാഷ് വേണ്ടേ. 10 നില കെട്ടിടവുമായിട്ട് സുനിലിരിക്കുന്നു, കയ്യിൽ 10 പൈസയില്ല, കഞ്ഞി കുടിക്കാൻ ഗതിയില്ല. അപ്പോൾ ആ അവസ്ഥയിൽ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ യങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനി തുടങ്ങി. യങ് ഇന്ത്യയിൽ ചെയർമാനായ സോണിയാഗാന്ധി, മാനേജിംഗ് ഡയറക്ടർ രാഹുൽ ഗാന്ധി, ട്രഷറർ മോത്തിലാൽ വോറ. യങ് ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് 90 കോടി രൂപ ലോൺ തരാം എന്ന് പറഞ്ഞു. അതായത് സോണിയാഗാന്ധിയോട് പറഞ്ഞു 90 കോടി രൂപ ഞാൻ ലോൺ തരാം എന്ന് പറഞ്ഞു, കൊലാറ്ററൽ ഇല്ലാതെ.
കൊടുക്കാമല്ലോ, കൊളാറ്ററൽ വേണോ വേണ്ടത് നമ്മളല്ലേ തീരുമാനം. അങ്ങനെ സോണിയാഗാന്ധിക്ക് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു, ബുക്കിൽ എൻട്രി ചെയ്തു. AJLലെ സോണിയാഗാന്ധി യങ് ഇന്ത്യയിലെ സോണിയാഗാന്ധിയോട് പറഞ്ഞു, എനിക്ക് 90 കോടി രൂപ പോരാ, കുറച്ചുകൂടെ വേണം. അപ്പോൾ യങ് ഇന്ത്യയിലെ സോണിയാഗാന്ധി AJLലെ സോണിയാഗാന്ധിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ AJL തന്നെ ഞാനിങ്ങ് മേടിക്കാം, 50 ലക്ഷം രൂപ തരാം, എന്ത് പറയുന്നു? AJLലെ സോണിയാഗാന്ധി സമ്മതിച്ചു. യങ് ഇന്ത്യയിലെ സോണിയാഗാന്ധി 50 ലക്ഷം രൂപ AJLലെ സോണിയാഗാന്ധിക്ക് കൊടുത്തതായിട്ട് ബുക്കിൽ കാണിച്ചു. കാരണം ഇത് 2 സോണിയാഗാന്ധി അല്ലേ. അപ്പോൾ എഴുതി വെച്ചാൽ മതി, എനിക്ക് തന്നെ 50 ലക്ഷം രൂപ തന്നു. ഇതിലാണ് സുബ്രഹ്മണ്യൻ സ്വാമി കേസുമായിട്ട് പോയത്. ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ, ചീറ്റിംഗ്, ഈ പരിപാടിയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഈ AJLൻ്റെ ഫിക്സഡ് അസറ്റ്, ഡൽഹിയിലെ ഹെറാൾഡ് ഹൗസ്, ഗ്വാളിയറിലെ ബിൽഡിംഗ്, ആ ബിൽഡിംഗ്, ഈ ബിൽഡിംഗ്, ഇതിൽ നിന്നൊക്കെയുള്ള വാടകയുടെ വരുമാനം, ഇതൊന്നും കാണിച്ചിട്ടില്ല. അതൊക്കെ വേറെ ആരുടെയോ പോക്കറ്റിൽ പോകുന്നു. അതേസമയം ഈ 50 ലക്ഷം രൂപയ്ക്ക് 5000 കോടി രൂപയുടെ സ്വത്ത് ഇവർ കൈക്കലാക്കിയിരിക്കുന്നു. 50 ലക്ഷം രൂപ കൊടുത്ത് AJL ഏറ്റെടുത്തല്ലോ, കടബാധ്യത അടക്കം ഏറ്റെടുത്തു. കടബാധ്യത 90 കോടി, കയ്യിൽ കിട്ടിയിരിക്കുന്നത് 5000 കോടിയുടെ പ്രോപ്പർട്ടി. ദിസ് ഈസ് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ, ചീറ്റിംഗ്. പിന്നെ നമ്മളുടെ 120B ഗൂഢാലോചന. ഇത് വെച്ചിട്ട് റോസ് അവന്യൂ കോർട്ട് 3 അവിടെ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തു 2012. ഇപ്പോൾ ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2014 അത് കോഗ്നൈസൻസിലെടുത്തിട്ട് നോട്ടീസ് അയച്ചു. ഇവർക്ക് പോയി ജാമ്യം എടുക്കേണ്ടി വന്നു, 6 പേർക്ക്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മോത്തിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ്, സാം പിട്രോഡ, സുമൻ ദുബെ, 6 പേര്. ഇതിൽ മോത്തിലാൽ വോറയും ഓസ്കാർ ഫെർണാണ്ടസും മരിച്ചുപോയി. ഇപ്പം 4 പ്രതികളെ ജീവനോടെ ഉള്ളൂ. സുമൻ ദുബെ ഓർമ്മയുണ്ടോ? വലിയ സാമ്പത്തിക വിദഗ്ധൻ, ഹിന്ദു പത്രത്തിലേക്ക് വലിയ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ 4 പേര്. ആ കേസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് വെച്ചാൽ, സുബ്രഹ്മണ്യൻ സ്വാമി കൊണ്ടുവന്ന ഒരു തെളിവ് അത് കോടതി അക്സെപ്റ്റ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി ഡൽഹി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു. ഈ എവിഡൻസ് അക്സെപ്റ്റ് ചെയ്തത് ശരിയല്ല, ഷുഡ് നോട്ട് ഹാവ് ബീൻ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതി ആ കേസ് ജൂലൈ 24 മറ്റുമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് സ്വാമി ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ട് സോണിയാഗാന്ധിയുടെ വക്കീലുമായിട്ട് തർക്കിച്ച് അതിൽ വിധി വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ച് ലോവർ കോർട്ടിൽ വരണം. അല്ല, ഈ കേസ് തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ പോയിട്ട് തള്ളിയതാണല്ലോ. അത് തള്ളിയതാണ്. ഓരോ സ്റ്റെപ്പിലും ഉടക്കി വയ്ക്കുമല്ലോ. കയ്യിൽ കാശും വക്കീലും ഉണ്ടെങ്കിൽ നമുക്ക് എവരി സ്റ്റെപ്പ് ക്യാൻ ബി ചലഞ്ച്. സ്വാമി അത് പേഷ്യൻ്റ്ലി അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ 50 ലക്ഷം രൂപ കൊടുത്തതായിട്ട് കാണിച്ചല്ലോ. യങ് ഇന്ത്യയിൽ ഇത് ഡീലൊക്കെ ഒപ്പിടുന്നത് മാനേജിങ് ഡയറക്ടറാണ്, ചെയർമാനല്ല, രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ 50 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടി എന്നന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് കൽക്കട്ടയിലെ ഒരു വ്യാപാരി 1 കോടി രൂപ രാഹുൽ ഗാന്ധിക്ക് കൈവായ്പ കൊടുക്കാമല്ലോ, കൈവായ്പ കൊടുക്കുക. ബട്ട് കൈവായ്പ ക്യാഷായിട്ടാണ് കൊടുത്തത്. സോ റീസണബിളി ഇറ്റ് ഹാസ് ടു ബി ബ്ലാക്ക് മണി. ഈ ലീഡ് സ്വാമി റൈറ്റിങ്ങിൽ EDക്ക് കൊടുക്കുന്നു. എൻ്റെ കേസിൽ ഇങ്ങനൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്, പ്രിസ്യൂമബിളി ദിസ് ഈസ് ബ്ലാക്ക് മണി, അതുകൊണ്ടാണ് ക്യാഷിൽ ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. 1 കോടി രൂപ ക്യാഷിൽ കൊടുക്കാമെന്ന് ചോദിച്ചാൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ല, കൈവായ്പ കൊടുക്കുന്നതിന് പരിധിയുണ്ട് നമ്മുടെ നിയമപ്രകാരം. അല്ല, അതിനുള്ളിൽ നിന്നാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. എന്ത് വാങ്ങിക്കോട്ടെ, സ്വാമി അതിൽ കൂടുതൽ റിസർച്ചിന് പോകാതെ ഈ ലീഡ് EDക്ക് കൊടുത്തു. അത് വെച്ചിട്ടാണ് ED പറഞ്ഞു ഇതൊരു പ്രെഡിക്കേറ്റ് ഒഫൻസാണ് സ്വാമിയുടെ. പ്രെഡിക്കേറ്റ് ഒഫൻസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒഫൻസ് പ്രൈമ ഫേസി കോടതി കോഗ്നൈസൻസിൽ എടുത്തിട്ടുണ്ട്. അത് EDക്ക് അന്വേഷണം തുടരാം. അങ്ങനെയാണ് ED അന്വേഷിക്കുന്നത്. ED അന്വേഷിക്കുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം അപ്രോപ്രിയേറ്റ് ചെയ്തത് മാത്രമല്ല, 2 ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് 100-150 കോടി രൂപയൊക്കെ ആ ട്രസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും സോഴ്സ് കാണിക്കാൻ പറ്റുന്നില്ല. 240 കോടി രൂപയുടെ IT ഡിമാൻഡ് നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് പോയി.
അപ്പോൾ അത് കേസായിട്ട് നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഈ പൊളിറ്റിക്കൽ വെൻഡറ്റ എന്നൊക്കെ പറയുമല്ലോ, അതിൽ കഴമ്പുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കേജ്രിവാൾ ചാർജ് ഷീറ്റ് കൊടുത്ത് കഴിഞ്ഞാണോ അറസ്റ്റ് ചെയ്തത്? അല്ല, കേജ്രിവാളിൻ്റെ ചാർജ് ഷീറ്റൊന്നും ആയിട്ടില്ല. ഇതിന് ശരിക്ക് കംപ്ലൈൻ്റ് എന്നാണ് പറയുന്നത്, ചാർജ് ഷീറ്റ് എന്നല്ല, അവരുടെ കംപ്ലൈൻ്റാണ്. പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റ് എന്നാണ് അതിന് പേര്. പോലീസുകാർക്ക് ചാർജ് ഷീറ്റ്, ഇ ഡിക്ക് പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റ്, പോലീസുകാർക്ക് FIR, ECIR. ഇങ്ങനെ ടേംസ് വ്യത്യാസമുണ്ട്, ഫലത്തിൽ ഒന്ന് തന്നെ. അപ്പോൾ ഈ പ്രോസിക്യൂഷൻ കംപ്ലൈൻ്റൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, ഹേമന്ത് സൊറേനെ അറസ്റ്റ് ചെയ്തു, ചാർജ് ഷീറ്റൊന്നും ആയിട്ടില്ല. പൊന്മുടിയെ അറസ്റ്റ് ചെയ്തു, തമിഴ്നാട്ടിലെ മന്ത്രി, ചാർജ് ഷീറ്റ് ആയിട്ടില്ല. പിന്നെ ആരാ, സെന്തിൽ ബാലാജി, ചാർജ് ഷീറ്റ് ആയിട്ടില്ല. ചാർജ് ഷീറ്റിനൊക്കെ മുമ്പ് ED അറസ്റ്റ് ചെയ്യാറുണ്ട്. ഇത്രയും ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുത്തു എന്ന് വേണം വാദിക്കാൻ. രാഷ്ട്രീയമായ വേട്ടയാടലല്ല, രാഷ്ട്രീയമായിട്ട് ഒന്ന് തണുപ്പിക്കുകയായിരുന്നു ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ED എങ്ങനെ പെരുമാറിയോ അതിലും മയത്തിലും താമസിച്ചും ഒക്കെയാണ് ഇവരോട് പെരുമാറിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റ്, അതിൻ്റെ പ്രോസിക്യൂഷൻ ഇന്നലെ ഇപ്പോൾ സംഭവിച്ചതെന്താണെന്നറിയാമോ? പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റ് റോസ് അവന്യൂ കോർട്ടിൽ, ഈ ഡൽഹിയിൽ ഒരുപാട് കോർട്ടുണ്ടല്ലോ, രോഹിണി കോർട്ട് കോംപ്ലക്സ്, കർക്കർഡൂമ കോർട്ട് കോംപ്ലക്സ്, പാട്യാല ഹൗസ് കോർട്ട് കോംപ്ലക്സ്, റൗസ് അവന്യൂ, പലരും റോസ് അവന്യൂ എന്ന് വിചാരിക്കും, നമ്മൾ ROS അല്ല, ROUSE ആണ് അതിൻ്റെ സ്പെല്ലിംഗ്, റൗസ് അവന്യൂ. ഇതൊരു കോർട്ട് കോംപ്ലക്സാണ്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിനാണ് ഇവരിത് കൊടുക്കേണ്ടത്. അദ്ദേഹം അത് അപ്രോപ്രിയേറ്റ് കോർട്ടിന് ഫോർവേഡ് ചെയ്യും. അപ്രോപ്രിയേറ്റ് കോർട്ട് ഏതാ? MP MLA കേസുകൾ നോക്കുന്ന കോർട്ട്. എല്ലായിടത്തും, നമ്മുടെ എറണാകുളത്തും ഉണ്ടോ? ഒരുപാട് ഉണ്ട്. കാരണം അവർക്ക് വേഗം കേസ് തീർത്തിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ളതാണ്. അല്ലാതെ സുനിലിനെ പോലെ 15 കയ്യിലും കുത്തിത്തേക്കൂടെ കണക്കുന്ന ടീമല്ല. അതുകൊണ്ട് അവരുടെ കേസുകൾ വേഗം തീർക്കാനായിട്ട് പ്രത്യേക കോടതിയുണ്ട്, MP MLA. ഒരു അഡീഷണൽ CJM കോടതിയാണ്. അതെന്ന് അവരുടെ കേസ് പടപടാൻ തീർത്തിട്ട് അങ്ങോട്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറയാൻ അയാൾ പോയിട്ട് അടുത്ത മന്ത്രിയാകാനുള്ളതാണ്. നിങ്ങൾ തൊഴിലില്ലാതെ നടക്കുന്ന പണ്ടാരം, നിങ്ങളുടെ കേസ് 15 കൊല്ലം കഴിഞ്ഞേ എടുക്കുന്നുള്ളൂ, അവിടെ കിട ജാമ്യവും ഇല്ല, മണ്ണാങ്കട്ടെ. അപ്പോൾ ശരി, അങ്ങനെ MP MLA കോടതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ MP MLA കോടതി പറഞ്ഞു, ഇത് PMLA കേസാണ്, ഇത് എൻ്റെ അടുത്ത് വരാൻ എൻ്റെ കയ്യിൽ ഞാൻ ഓർഡർ, ഇത് ചോദിക്കുന്നതാണ് ഞാൻ ആ ഓർഡർ കൊണ്ട്, സിമ്പിൾ 3 പേജുള്ള ഓർഡറാണ്. എൻ്റെ കയ്യിൽ ഇത് തന്നിരിക്കുന്നു സെഷൻസ് ജഡ്ജ്. ബട്ട് ഇതിൻ്റെ കൂടെ ഒരു നിയമപ്രശ്നം കൂടെയുണ്ട്. ആരാണോ PMLA കേസ് കൈകാര്യം ചെയ്യുന്നത് അതേ കോടതി വേണം പ്രെഡിക്കേറ്റ് ഒഫൻസും കൈകാര്യം ചെയ്യാൻ. അപ്പോൾ പ്രെഡിക്കേറ്റ് ഒഫൻസ് റോസ് അവന്യൂവിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസായിട്ട് കിടക്കുന്നു. ആ കേസും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ എനിക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലേണഡ് കൗൺസിൽ ഫോർ ED സബ്മിറ്റഡ് ദാറ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് ക്ലിയറൻസ് ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. വെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് തലപ്പത്താര നിർമ്മലാ സീതാരാമനാണ്. ആ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്വാമിയുടെ കേസ് നടക്കുന്ന ACGM കോടതി ഉണ്ടല്ലോ, അതും റൗസ് അവന്യൂ തന്നെയാണ്. അവിടെ ഞങ്ങൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. അവിടെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ ഡയറക്റ്റ് പറ്റില്ല, സെഷൻസ് കോടതിയോട് പറയും. ആ കോടതിയോട് പറഞ്ഞിട്ട് ഈ പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന സ്വാമിയുടെ കേസും കൂടെ MP MLA കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവാകണം. അങ്ങനെ ഉത്തരവാകുമ്പോൾ ആ ഉത്തരവും കൊണ്ട് ഞങ്ങളിവിടെ ഹാജരാകണം. ഇപ്പോൾ ഉത്തരവ് മാത്രം കിട്ടിയേ പറ്റില്ല, കടലാസ് കിട്ടണ്ടേ, മറ്റേ കോടതി വരണ്ടേ. അതും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ കോടതിയിൽ ഇനി പ്രൊസീഡിങ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അതേസമയം ഡൽഹി ഹൈക്കോടതിയിൽ സ്വാമിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള തെളിവ് അഡ്മിറ്റ് ചെയ്യാമോ ഇല്ല എന്നുള്ള കേസ് ജൂലൈയിൽ വരും. അപ്പോൾ വീണ്ടും ഒരു ബഹളമൊക്കെ നടക്കും. നാഷണൽ ഹെറാൾഡ്. അപ്പോഴത്തേക്ക് ഈ കോടതിയിൽ നിന്ന് മറ്റേ കോടതിയിൽ കടലാസ് വരും. കടലാസ് വന്നു എന്ന് പറഞ്ഞിട്ട് ബഹളം നടക്കും.
ഫലത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്ന് ഞാൻ പറയില്ല. കാരണം ഇഡിക്ക് ഇപ്പോൾ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യാം. ഇപ്പോഴല്ല, ഒരു വർഷം മുന്നേ തന്നെ ചെയ്യാമായിരുന്നു. കേജ്രിവാളിനെയും ഹേമന്ത് സോറനെയും സെസിൽ ബാലാജിയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സ്പീഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ നേരത്തെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പിടിച്ച് അകത്തിടാം. സോ ഇതിന് വേണ്ടത് പൊളിറ്റിക്കൽ അപ്രൂവലാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ എന്ന് ഇഡി പറയുന്നില്ലേ, ദാറ്റ് ഈസ് ബേസിക്കലി പൊളിറ്റിക്കൽ അപ്രൂവൽ. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറയുന്നത്, മറ്റാർക്ക് വേണമെങ്കിലും രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ തകർക്കാൻ നോക്കി എന്ന് പറയാം. കോൺഗ്രസ്സിനത് പറയാൻ പറ്റില്ല. കോൺഗ്രസ് അത് പറയരുത്. കാരണം അവരുടെ നേതാക്കന്മാർ ഒരു പോറലും പറ്റാതെ പുറത്തുണ്ട്. സുഖമായിട്ട് പുറത്ത് നടക്കുന്നു. വാദ്ര പുറത്ത് നടക്കുന്നു, രാഹുൽ ഗാന്ധി പുറത്ത് നടക്കുന്നു, സോണിയാഗാന്ധി പുറത്ത് നടക്കുന്നു, സാം പിട്രോഡ ഇൻ്റർനാഷണൽ ചുറ്റിമറിയുന്നു, സുമൻ ദുബെ വിശ്രമിക്കുന്നു എവിടെയെന്നറിയില്ല. ഇവർക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. മോത്തിലാൽ ഉറപ്പാവം മരിച്ചുപോയി. മറ്റേ ഓസ്കാർ ഫെർണാണ്ടസും പേഴ്സണലി നല്ല മനുഷ്യനായിരുന്നു. അവരൊക്കെ ഈ ഡയറക്ടർ ബോർഡിൽ ഇരുന്നു എന്നുള്ളതാണ് അവരുടെ കുറ്റം. സാം പിട്രോഡ സമൻസ് അയച്ചിട്ട് വന്നില്ല കേട്ടോ. അമേരിക്കയിൽ നിന്ന് സാമി പിടിച്ചുകൊണ്ട് വന്നത്. കാരണം അങ്ങനെയൊക്കെ അവിടെയും എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്നറിയാം. അപ്പോൾ അത് വലിയ പ്രശ്നമാകും, പൗരത്വം തന്നെ നഷ്ടപ്പെടും എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ സാം പിട്രോഡ വന്ന് ജാമ്യം എടുത്തിട്ട് പോയി. കാലം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സോണിയാഗാന്ധിക്ക് വയസ്സായി, സുബ്രഹ്മണ്യൻ സ്വാമിക്ക് വയസ്സായി, നമുക്ക് രണ്ടുപേർക്കും വയസ്സായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ ഏറ്റവും വേഗം നടക്കട്ടെ എന്ന് ആശിക്കാം. നടന്നാൽ കൊള്ളാം. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒരു ട്രയലിൻ്റെ ഘട്ടത്തിലേക്കൊക്കെ വരണമെങ്കിൽ എത്ര സമയം എടുക്കും? പിന്നെ ട്രയൽ, അതിനും എത്ര കാലം എടുക്കും? അല്ല, അതൊക്കെ ഈ ചില കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കാൻ തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് സംഭവിക്കും. മാലപ്പടക്കത്തിന് തീ പിടിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ തീയെ കൊളുത്തണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.